കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് നിരന്തരം ബി.ജെ.പിക്ക് അനുകൂലമായി സംസാരിക്കുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ എം.പിക്ക് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം എന്ത് സ്ഥാനമായിരിക്കും നൽകാൻ പോകുന്നത്? അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ചില ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുകയാണിപ്പോൾ. പ്രത്യേക വിദേശ പ്രതിനിധി, G20 ഷെർപ്പ എന്നീ പദവികളാണ് പരിഗണിക്കുന്നത്. അമേരിക്കയിലെ പ്രത്യേക ഇന്ത്യൻ പ്രതിനിധിയായും പരിഗണിക്കുന്നുണ്ട്. തരൂരിന്റെ അന്തിമ തീരുമാനം കാത്താണ് ബി.ജെ.പി നേതൃത്വം ഇപ്പോഴുള്ളത്. കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പദവികൾ നൽകി കൂടെ നിർത്തുക തന്നെയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതേസമയം തരൂരിന്റെ മുന്നിൽ ചർച്ചയുടെ വാതിലടച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്. ശശി തരൂരിനെ കോൺഗ്രസിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോടെ ഇരു തോണിയിൽ കാൽ വെച്ച് ശശി തരൂർ എം.പി ഉയർന്ന സ്ഥാനങ്ങൾക്കായി വിലപേശുകയാണെന്നാണ് ഇതിനോടകം തന്നെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ വെച്ച് തരൂർ ഇതിനകം തന്നെ 2 തവണ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ചർച്ചയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ രാജ്യമാണ് വലുത് എന്നാണ് തരൂർ പറയുന്നത് എങ്കിലും സ്ഥാനമാനങ്ങൾക്കായുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് ബി.ജെ.പി കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ തരൂരിന് പരിഹാസം നേരിടേണ്ടിയും വരുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞതും, മോദി സ്തുതി ലേഖനത്തിൽ തരൂർ എഴുതിയ ഇംഗ്ലീഷ് തനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതും തരൂരിനെ പാർട്ടി കൈവിട്ടു എന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുറത്താക്കുന്നില്ല, പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്നതും വ്യക്തമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന KPCC നേതൃയോഗവും ശശി തരൂർ വിഷയം ചർച്ച ചെയ്തതേയില്ല. ഇവിടെയും ശശി തരൂർ വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര നേതൃത്വത്തോടൊപ്പമാണ് എന്നതും ശ്രദ്ധേയമാണ്. ശശി തരൂർ എം.പി ബി.ജെ.പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തുമ്പോൾ തന്നെ ഉയർന്ന സ്ഥാനമാണ് അദ്ദേഹം ചോദിക്കുന്നതെന്നും വ്യക്തമാണ്. ബി.ജെ.പിയിൽ ചേർന്നാൽ എം.പി സ്ഥാനം രാജിവെക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ക്യാമ്പുകൾ ഉണർന്നു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ ശശി തരൂർ എം.പി മുന്നോട്ട് വയ്ക്കുന്നത് രാജ്യസഭാ അംഗത്വമാണ്. ഒപ്പം കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയും. അതിൽ കുറഞ്ഞതൊന്നും തന്നെ അദ്ദേഹത്തിന് വേണ്ട. എന്നാൽ ഇതിന് കേന്ദ്ര ബി.ജെ.പി നേതൃത്വം തയ്യാറുമല്ല. കാരണം സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനില്ല എന്ന തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. മുൻകാലങ്ങളിൽ സംസ്ഥാന ബി.ജെ.പി നേതൃത്വവുമായി ആലോചിക്കാതെയാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്മാരെയും കേന്ദ്രമന്ത്രിമാരെയും നിയമിച്ചിരുന്നതെന്ന ആക്ഷേപം ബി.ജെ.പിയിലെ സീനിയർ നേതാക്കൾക്കിടയിലുണ്ട്. അത് പലപ്പോഴും കൃഷ്ണദാസിനെ പോലുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ ഒരു നേതൃത്വത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. ശശി തരൂർ എം.പിയെ മുൻനിർത്തി ഇത് സാധിച്ചെടുക്കാൻ കഴിയുമോ എന്നതാണ് കേന്ദ്ര നേതൃത്വം നോക്കുന്നത്. ശശി തരൂരിന് ബി.ജെ.പി അല്ല ഐക്യരാഷ്ട്രസഭയാണ് ലക്ഷ്യമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ബി.ജെ.പിയിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കുമെന്നും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നാൽ പാർട്ടിക്ക് തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 2 അക്കത്തിൽ കുറയാത്ത MLA-മാർ ഉണ്ടാകുമെന്നും കേന്ദ്ര നേതൃത്വം കരുതുന്നുമുണ്ട്. എന്നാൽ ഇതിന് ശശി തരൂർ വഴങ്ങുമോ അതോ സംസ്ഥാന ഘടകം സമ്മതം മൂളുമോ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം.